ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങൾ ഇതാ അഞ്ജുവിനെ കൂട്ടി ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചേക്കാണ്. വിൻ്റർ ഷോപ്പിങ്ങിന് അഞ്ജുവിനുള്ള വിൻ്റർ ക്ലോത്ത്സ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന ചെറിയ ആ ടൈപ്പ് സ്വെറ്റർ വാങ്ങിക്കാനും നോക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഷോപ്പിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ അഞ്ജു ഇപ്പോൾ ട്യൂഷന് പോയിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അഞ്ജുവിനെ പിക്കപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഷോപ്പിലേക്ക് പോകാൻ. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വരുന്ന വഴിക്ക് അഞ്ജുവിനെ പിക്കപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അഞ്ജുവിൻ്റെ ട്യൂഷൻ 6:30 കഴിയുന്നത്. അപ്പോൾ അഞ്ജുവിനെയും കൂട്ടിയാണ് പോകുന്നിരിക്കുന്നത്. അപ്പോൾ അഞ്ജുവിന് ഇഷ്ടമുള്ളത് നോക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോഴേക്കും കുറച്ച് ലേറ്റായി. ഇപ്പോൾ ഇവിടെ 6:30 എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴേക്കും നല്ല ഇരുട്ടാവണം. കാരണം വിൻ്റർ ഒരുവിധം നല്ലപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഓവർ തണുപ്പൊന്നും ആയിട്ടില്ല, പക്ഷെ ഇരുട്ടാവുന്ന ആ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് നേരത്തെ ആയി തുടങ്ങിയിട്ടുണ്ട്. ടൈമിലൊക്കെ വ്യത്യാസമൊക്കെ വന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കടയിലേക്കൊക്കെ എത്തിയപ്പോഴേക്കും തന്നെ നല്ല ഇരുട്ടായി. അങ്ങനെ ഇതാ നമ്മൾ വന്ന് അഞ്ജുവിനുള്ള സ്വെറ്റർ, അതുപോലെ തന്നെ ടീഷർട്ട് ടൈപ്പൊക്കെയാണ് അഞ്ജുവിന് കൂടുതൽ ഇഷ്ടം. കാരണം ഇപ്പോൾ കട്ടിയുള്ള സ്വെറ്ററൊക്കെ ഇടാവുന്ന രീതിയിലത്തെ അത്രയ്ക്കും തണുപ്പായിട്ടില്ല. അപ്പോൾ ചെറുത് എന്തെങ്കിലും പേരിനൊന്നും എത്തിടാം, അത്രമാത്രം. അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ കടയിൽ വന്ന് നോക്കുമ്പോൾ സ്വെറ്ററുകളെല്ലാം അവർ കൂടുതലും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് സ്വെറ്ററുകളൊക്കെയാണ്, കട്ടിയുള്ള സ്വെറ്ററുകൾ. നമുക്ക് അങ്ങനത്തെ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമില്ല, കനം കുറഞ്ഞതേ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ ഷോപ്പിലൊക്കെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ ആകെ ഒരു സ്വെറ്റർ എടുത്തിട്ടുള്ളൂ. പിന്നെ സ്വെറ്ററല്ല, ഒരു ടീഷർട്ട് പോലത്തെ ഒരെണ്ണം എടുത്തു. പിന്നെ അതിന് ശേഷം പിന്നെ 2-3 പെയർ സോക്സ് എടുത്തിട്ടുണ്ട് അഞ്ജുവിന്. ഇനി പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാലുമ സോക്സും ആവശ്യമാണ്. എല്ലാ ദിവസവും വേണമെന്നില്ല. രാവിലെ നമുക്ക് എണീറ്റ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒരുവിധം കാലാവസ്ഥയൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം ഇന്ന് നല്ല തണുപ്പാണോ, തണുപ്പ് കുറവുണ്ടോ എന്നൊക്കെ. അപ്പം അങ്ങനെ ഒത്തിരി തണുപ്പൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നമുക്ക് സോക്സ് വേണം. പിന്നെ സ്കൂളിലേക്ക് അവർക്ക് ഇങ്ങനത്തെ കളർഫുൾ സോക്സ് ഒന്നും പറ്റില്ല. അവർക്ക് വൈറ്റ് സോക്സ് ആണ് സ്കൂളിലേക്ക് യൂണിഫോം ആയിട്ട് ഇടേണ്ടത്. അപ്പം ഇത് നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് മാർക്കറ്റിലോ അല്ലെങ്കിൽ ട്യൂഷനോ അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെയാണ് അഞ്ചു ഇങ്ങനത്തെ സോക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിലേക്ക് കഴിഞ്ഞ് പിന്നെ വീണ്ടും വേറൊരു ഷോപ്പിലേക്ക് കയറണം കേട്ടോ. അപ്പം അങ്ങനെ ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് അഞ്ജുവിന് വേണ്ട 1-2 ടീഷർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഡ്രസ് ഷോപ്പിംഗ് ഇന്നത്തെ അങ്ങനെ തീർത്ത് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങണം. അപ്പോൾ മടങ്ങുന്ന വഴിക്ക് എനിക്ക് കുറച്ച് മിറർ വർക്കൊക്കെ ചെയ്യാനുള്ള ബോട്ടിലുമേയും അതുപോലെ തന്നെ നമ്മുടെ പോട്ട് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുമൊക്കെ മിറർ വർക്കൊക്കെ ചെയ്യാൻ ഉള്ള ഒരു കുറച്ച് മിറർ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ അങ്ങനത്തെ ഒരു ഷോപ്പിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പല കളറിലും പല ഷേപ്പിലൊക്കെയുള്ള മിറർ എടുക്കുന്നുണ്ട്. അതുപോലെ ലേസ് കാര്യങ്ങളൊക്കെ ഈ ഷോപ്പിലുണ്ട്. അപ്പം നമുക്ക് അങ്ങനത്തെയൊക്കെ, എനിക്ക് കുറച്ച് ഹോബീസൊക്കെയാണ്, സമയമൊക്കെ കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് ഹോബീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇത്തിരി വാങ്ങിയത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വീണ്ടും നമ്മൾ ഇനി അഞ്ജുവിന് ചെരുപ്പ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇടാനുള്ള സാൻഡലും അതുപോലെ വീട്ടിലിടുന്ന സ്ലിപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു ഷോപ്പിലേക്ക് വന്നിരിക്കണം കേട്ടോ. ഇതാവശ്യം നല്ല വലിയൊരു ഷോപ്പാണ് കേട്ടോ. ഇങ്ങനെ ഉള്ളിലേക്ക് നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഷോപ്പ്. അപ്പോൾ നമുക്ക് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നടന്ന് കാണാം. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അതെടുത്ത് പിന്നെ അവരെ കാണിച്ചു കഴിഞ്ഞാൽ സൈസ് നമുക്ക് നോക്കി അവർ സെറ്റാക്കി തരും. അപ്പോൾ അങ്ങനെ അഞ്ജു നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഞ്ജുവിന് ഇഷ്ടപ്പെട്ടത് അങ്ങനെ അഞ്ജു 1-2 സെലക്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇടാൻ ഒരു ജോഡിയും അതുപോലെ തന്നെ വീട്ടിലേക്ക് ഒരു ജോഡി സ്ലിപ്പേഴ്സും. അപ്പോൾ അങ്ങനെ അത് സെലക്ട് ചെയ്ത് അവരുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവർ അഞ്ജുവിൻ്റെ നമ്പറൊക്കെ നോക്കി അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ വീട്ടിലേക്ക് പോകണം ഇനി. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ അധികം സമയമൊന്നും കിട്ടിയില്ല, കാരണം അഞ്ജുവിൻ്റെ ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നല്ലപോലെ തന്നെ ഇരുട്ടിയായിരുന്നു. അപ്പോൾ പിന്നെ വലിയ ഷോപ്പിങ്ങിന് ഇതിൻ്റെ ചെറുതായിട്ടുള്ളൊരു വിൻ്റർ ഷോപ്പിംഗ് അഞ്ജുവിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അഞ്ജുവിന് ഇത്തിരി ഐറ്റംസൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് അഞ്ജുവിന് വിൻ്ററിൽ ഇടാനുള്ളൊരു ടീഷർട്ട്, അല്ലെങ്കിൽ സ്വെറ്റർ ടൈപ്പ് ഒരു ടീഷർട്ട്. നല്ല വാമാണിത്, നല്ല കളർ. അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ നല്ല
ഇഷ്ടപ്പെട്ടൊരു കളർ കണ്ടപ്പോൾ അങ്ങനെ എടുത്തത്. അഞ്ജുവിനും ഇഷ്ടമായി, ഞങ്ങൾക്കും ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ എടുത്തു ഇതൊരെണ്ണം. പിന്നെ ഇതൊരെണ്ണം റെഡ് കളറാട്ടത്. നമ്മൾ മുൻപ് കാണിച്ചത് മജന്റ കളറാണ്. ഇത് ഒരു റെഡ് കളറ്. ഇതും നല്ലത്. അഞ്ജുവിൻ്റെ സൈസൊക്കെ നോക്കി അങ്ങനെ എടുത്തത്. അഞ്ജുവിനും ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ 2 ടീഷർട്ട് എന്ന് പറയാം, പക്ഷെ ശരിക്കും പറഞ്ഞാൽ സ്വെറ്റർ ടൈപ്പാണ്. ഇനി ഈ ഒറിജിനലി ഒരു സ്വെറ്റർ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ തണുപ്പത്ത് വളരെ ആവശ്യമായിട്ടോ. പിന്നെ ഇതങ്ങനെ വുളൻ ക്ലോത്ത്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പ്രാവശ്യമൊക്കെ കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഈ രോമം പോലെ ഇങ്ങനെ ഇതിൻ്റെ വൂളൊക്കെ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ പിന്നെ നമുക്കത് പിന്നത്തെ വർഷം യൂസ് ചെയ്യുമ്പോൾ പഴയതുപോലെയൊക്കെ ഇരിക്കും ചിലപ്പോൾ. ചിലതൊക്കെ ഹെവി ആയിട്ടുള്ളതൊന്നും അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഹെവി ആയിട്ടുള്ളത് നല്ല വിൻ്റർ സീസണിൽ ഡിസംബർ ജനുവരിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നവംബറല്ലേ. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്വെറ്ററുകളൊക്കെയാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ചൂടെടുക്കും. ഹെവി ആയിട്ടുള്ളത് നമ്മളിപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കും, ഓവർ ചൂടെടുക്കും. അപ്പോൾ ഇതൊരെണ്ണം അഞ്ജുവിന് എടുത്തിരിക്കുന്നത് സ്വെറ്റർ. ഇത് ഇത്തിരി ഇങ്ങനെ ഹൈ നെക്ക് കേട്ടോ. എല്ലാത്തിൻ്റെ റേറ്റ് അങ്ങനെ ഡിഫറെൻറ്റ് റേറ്റ്. ഇതിന് 750, പിന്നെ 600, 500 അങ്ങനെയൊക്കെയുള്ള റേറ്റുകളിലൊക്കെ ഉള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഷോപ്പിംഗ് ഒക്കെ ചെയ്തോളൂ. അഞ്ജുവിന് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇടാൻ. ഇത് 2-3 പെയർ സോക്സ് എടുത്തിരിക്കുന്നതാണ്. പിന്നെ അഞ്ജു ഇതൊന്നും കാണിക്കാത്തത്. അഞ്ജുവിന് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. അഞ്ജുവിനെ ഞാൻ വിളിച്ചു, നമുക്ക് ഐറ്റംസ് ഒക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇല്ലേ മമ്മി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇത് അഞ്ജുവിന് രണ്ട് ജോഡി സാൻഡിൽ വാങ്ങിച്ചതാണ്, വീട്ടിലിടാനും പുറത്തിടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ടൈപ്പ് ഇത് അഞ്ജുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഒരു പെയർ. പിന്നെ ഇങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇത് അഞ്ജു ഇഷ്ടപ്പെട്ടെടുത്തിരിക്കുന്നത് അഞ്ജുവിന്. പിന്നെ എടുത്തത് ഇത് വീട്ടിലിടുന്ന സാൻഡിലാട്ടോ. പിന്നെ ഷോപ്പിംഗ് ചെയ്ത ഐറ്റംസ് കാണിച്ചപ്പോൾ ആ കൂട്ടത്തിൽ കാണിക്കുന്നു. ഇത് വീട്ടിലിടാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്ലിപ്പർ വാങ്ങിയേക്കുന്നത്. ഇത്രയ്ക്കൊക്കെയാണ് ഷോപ്പിംഗ് ചെയ്തത്. പിന്നെ വാങ്ങിയ ഐറ്റം, പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇത്തിരി കരികുരു ഐറ്റംസുകളുണ്ട്. ഇത് എൻ്റെ ഓരോരോ കൊച്ചു വർക്കിനൊക്കെ ആയിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നതാണ്. നമ്മുടെ മിറർ വർക്കിനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ കുറച്ച് ഐറ്റം ബോട്ടിലുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്ത്. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഇത്തിരി ഭ്രാന്ത് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും തോന്നരുത്. ഇങ്ങനത്തെയൊക്കെ വർക്കുകൾ എനിക്ക് ഇത്തിരിയെങ്കിലുമൊക്കെ ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെയൊക്കെ വർക്കുകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ടൈം കിട്ടണമെങ്കിൽ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. പറ്റുന്ന പോലെ വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാം. സത്യത്തിൽ ഇങ്ങനത്തെയൊക്കെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ വിചാരിച്ച പോലത്തെ അത്രയും വർക്ക് ചെയ്യാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടണില്ല. അപ്പോൾ നമ്മുടെ സ്കൂളിലെ ജോലികളുടെ കൂടെ വീട്ടിൽ വന്ന് വീട്ടിലെ കുക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ സമയം കണ്ടെത്തി ചെയ്ത് പിടിച്ച് വരുമ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ നേരം ഉണ്ടാവില്ല, ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ വൈകുന്നതും അങ്ങനെയൊക്കെ നീണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഐറ്റംസൊക്കെയാണ് ഞാൻ ചെറിയൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചത്. ഞാൻ ആ ഷോപ്പ് കാണിച്ചില്ലായിരുന്നു വീഡിയോയിൽ. കൊച്ചു ഷോപ്പാണ്. പക്ഷെ അവിടെ ഇങ്ങനത്തെ ഐറ്റംസ് നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ, അതുകൊണ്ട് വാങ്ങിച്ചു വെച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു ഷോപ്പിംഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ എന്നും സമയം കിട്ടുന്ന പോലെയൊക്കെ എടുത്ത് നോക്കി വായിച്ച് അതിൻ്റെ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെയും നമ്മുടെ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവണം. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.